മുട്ടക്കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: അരമുറി തേങ്ങ, പിന്നെ തക്കാളി 4 തക്കാളി, പിന്നെ സവോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, 3 തക്കാളി അത് അരച്ച് ചേർക്കാനുള്ളതാണ്. അപ്പം പിന്നെ ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, അതൊരു 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, അത് തക്കാളിയുടെ തേങ്ങയുടെ ഒപ്പം അരച്ച് ചേർക്കാനുള്ളതാണ്. ഞാൻ തക്കാളിയും തേങ്ങയും പെരിഞ്ജീരകം കൂടെ ഒരുമിച്ചാണ് അരച്ചെടുത്തത്. ഇത് കണ്ടു, ഞാൻ തക്കാളിയും തേങ്ങയും പെരിഞ്ജീരകം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. 4 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ അരിഞ്ഞ് വെച്ചതാണല്ലോ, സവോള, പച്ചമുളക്, ഇഞ്ചിയെല്ലാം അരിഞ്ഞ് വെച്ചു. പക്ഷെ കൂടെ ഇച്ചിരി ചെറിയ ഉള്ളി ലാസ്റ്റിൽ ഇച്ചിരി നമ്മൾ വെളിച്ചെണ്ണയിൽ തളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ മുട്ട പുഴുങ്ങി തൊണ്ടെല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ ഈ ചട്ടിയിൽ വളരെ എളുപ്പമാണ്. ചട്ടിയിൽ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ശകലം ഉപ്പും കൂടി ഇടണം. അത് ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇടാം. എല്ലാം കൂടെ തിരുമ്പി കൂട്ടി വെക്കാം, ഉപ്പൊക്കെ ഇട്ടിട്ട്. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്പി വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ തിരുമ്പാം, ഇലയിൽ സ്പൂൺ വെച്ച് ഇളക്കാം. ഞാനിവിടെ കൈ ഉപയോഗിച്ചാണ് തിരുമ്പി വെച്ചിരിക്കുന്നത്. ഇനി തിരുമ്പി വെച്ചതിലേക്ക് നമുക്ക് ഈ തക്കാളിയും തേങ്ങയും പെരിഞ്ജീരകവും അരച്ചതില്ലേ, മിക്സിയിൽ അരച്ച്, അത് ഇതിലോട്ട് ഒഴിച്ച് പിന്നെ ഇളക്കി ഇപ്പോൾ ഇതിലോട്ട് 4 തക്കാളി അരിഞ്ഞ് വെച്ചതില്ലേ, അതും ചേർത്ത് ഇളക്കണം. ഇപ്പോൾ ഇത് സ്റ്റൗ ഓൺ ചെയ്ത് ഇപ്പോഴാണ് നമ്മൾ അടുപ്പത്ത് നമ്മൾ ഈ ചട്ടി വെക്കുന്നത്. ഇനി ഇത് 2 തള തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തക്കാളി വെന്തോന്ന് കാണുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഉണ്ട്, തക്കാളിയെല്ലാം വെന്തിട്ടുണ്ട്. ഈ തേങ്ങ അരച്ച് ചേർക്കുന്നതുകൊണ്ട് ഒരു കുറുകിയ ചാറായിരിക്കും, തക്കാളിയും അരച്ചല്ല ചേർക്കുന്നത്. അപ്പം നല്ല സ്വാദുള്ള കറിയാണ്. ഇപ്പം നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് ഇച്ചിരി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ഈ ചെറിയുള്ളി അരിഞ്ഞത് ഇട്ടിട്ട് ഒന്ന് കാച്ചിയെടുക്കണം. എന്നിട്ട് ഈ കറിയിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കുക. നല്ല മണമായിരിക്കും. ഈ ചെറിയുള്ളി നമ്മൾ ഉള്ളി കാച്ചിയിട്ട് അതിലോട്ട് ഒഴിക്കുമ്പോൾ ഒരു നല്ല സ്വാദുമായിരിക്കും. ഇപ്പോൾ മുട്ട പുഴുങ്ങി വെച്ചത് നമുക്ക് എല്ലാം ഈ കറിയിലോട്ട് ചേർക്കാം, ഒന്നൊന്നായിട്ട് ചേർക്കാം. ഇപ്പോൾ ഇത് ഉള്ളിയെല്ലാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ. ഇനി നമുക്കിത് കറിയിലോട്ട് ചേർക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ
വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അവരവരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. നന്ദി.